വലിയൊരു ദൗത്യമാണ് പിതാവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ദൗത്യമാണ്, വലിയൊരു നിയോഗമാണ്. എല്ലാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പം ദൈവത്തോട് സഹകരിച്ച് ദൈവം എന്തിനു വേണ്ടി വിളിച്ചോ അത് പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. അതാണ്. അങ്ങ് ബെൽത്തങ്ങാടി രൂപതക്കാരനും കൂടിയാണ്. അപ്പോൾ രൂപതക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു പിതാവായിട്ട് രൂപതയുടെ രണ്ടാമത്തെ പിതാവായിട്ടും കൂടിയാണ് അങ്ങ് വരുന്നത്. അപ്പോൾ ആ രൂപതക്കാരൻ എന്ന നിലയ്ക്കും കൂടി ഇപ്പോൾ പിതാവായിട്ട് അങ്ങ് വരുമ്പോൾ എന്തൊക്കെയാണ് രൂപതയിൽ അങ്ങേക്ക് വരുത്താനുള്ള അങ്ങ് ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിൽ അങ്ങയുടെ അജപാലന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്? ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി കാര്യങ്ങൾ ചെയ്തു പഴയ പിതാവ്, ബുദ്ധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം, നമ്മുടെ സഭ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന പ്രവാസികളാണല്ലോ നാം ഓരോരുത്തർക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള രൂപതയും കൂടിയാണ് ബെൽത്തങ്ങാടി സീറോ മലബാർ സഭയിൽ. അപ്പോൾ അവിടെയുള്ള ഭാഷകൾ, വ്യത്യസ്തമായ ഭാഷകളിലുള്ള ആളുകളും അവിടുത്തെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത്? ഞാൻ അവിടെ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ എനിക്ക് ആ ഭാഷ അറിയാം. ഞങ്ങൾ അവിടുത്തെ ആ കൾച്ചറൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഉണ്ടാകും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഉണ്ടെന്നുള്ളതാണല്ലോ അതിൽ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് ജീവിച്ചാൽ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നു. അതനുസരിച്ച് നമുക്ക് ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് കേട്ടോ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.